10ാം ക്ലാസ്സിൽ വിജയശതമാനം കുറഞ്ഞതിൽ അന്വേഷണമുണ്ടാകും. മന്ത്രി വി ശിവൻകുട്ടി. 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്നതിനായി എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PTA അനധികൃത പിരിവും അനുവദിക്കില്ല. ഇത്തരം സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. +1 പ്രവേശനത്തിന് യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും അനുവദിക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് എല്ലാ സ്കൂളുകളിലും ഈ മാസം 20-ന് PTA യോഗം ചേരണം. മെയ് 25, 26 തീയതികളിൽ സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം. ക്ലാസ് മുറികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളിൽ ഫിറ്റ്നസ് ഉറപ്പാക്കണം. നിർമ്മാണം നടക്കുന്ന സ്ഥലം വേർതിരിക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. സ്കൂളും പരിസരവും നന്നായി വൃത്തിയാക്കണം. PTA അധ്യാപകരും തദ്ദേശ സ്ഥാപനങ്ങളും സുരക്ഷാ അവലോകനം നടത്തണം. പുകയില ലഹരിവിരുദ്ധ ബോർഡുകൾ സ്ഥാപിക്കണം. കുടിവെള്ളത്തിന്റെ നിലവാരം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. സ്കൂൾ ക്യാമ്പസുകളിൽ സ്കൂൾ സമയത്ത് അന്യർക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കുട്ടികളുമായി പുറത്തുനിന്നുള്ളവർ ഇടപെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കുട്ടികളുടെ ബാഗുകൾ അധ്യാപകർ പരിശോധിക്കണം. തുടർച്ചയായി 3 വർഷമായിരിക്കും PTA പ്രസിഡന്റിന്റെ കാലാവധിയെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം SSLC പരീക്ഷയിൽ ഇത്തവണ വിജയശതമാനം കുറഞ്ഞതിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. വിജയശതമാനം കുറഞ്ഞ 10 സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്തു. ഇക്കാര്യത്തിൽ പ്രത്യേക പരിശോധന നടത്താൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നതിൽ പിന്നീട് തീരുമാനം അറിയിക്കും. ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചുവെന്നും ചർച്ച നടക്കുന്നതേ ഉള്ളൂവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.